ഹായ് എവരി വൺ. ടർബൈൻസ് ആൻഡ് പമ്പ്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിയാക്ഷൻ ടർബൈൻസ് ആയിരുന്നു. അതിൽ തന്നെ ഫ്രാൻസിസ് ടർബൈൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഫ്രാൻസിസ് ടർബൈൻ ഒരു റേഡിയലി ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈനാണ്. അത് പറയാനുള്ള കാരണം കേസിംഗ് വഴിക്ക് വരുന്ന വാട്ടർ ഗൈഡ് വീല് വഴി ഗൈഡ് വെയിൻസ് വഴി നമ്മുടെ റണ്ണർ വെയിൻസിലേക്ക് കടന്ന് സെൻറ്ററിലേക്ക് എത്തുന്നു. ഓക്കെ, ദെൻ റണ്ണർ വെയിൻസ് ആ പോകുന്ന വഴിക്കാണ് റണ്ണർ വെയിൻസിനെ ഇമ്പാക്റ്റ് ചെയ്ത് നമ്മുടെ റണ്ണർ വെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ടർബൈൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വാട്ടറിൻ്റെ ഫ്ലോ നോക്കുക, വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഔട്ടർ ഭാഗത്തു നിന്നും ഇന്നർ ഭാഗത്തിലേക്കാണ്, അതായത് ഔട്ടർ ടു ഇന്നർ. അത് റേഡിയൽ ഡയറക്ഷനാണ്, മാത്രമല്ല ഇൻവേർഡ് ഡയറക്ഷനാണ്, പുറത്തു നിന്ന് ഉള്ളിലേക്ക് വരുന്ന പോലെയാണ്. അപ്പോൾ റേഡിയലി ഇൻവേർഡ് ഫ്ലോ ആണ് നമ്മുടെ ഫ്രാൻസിസ് ടർബൈനിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് റേഡിയലി ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് റിയാക്ഷനാണ്, അതായത് പ്രഷർ എനർജിയാണ് ഇവിടെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അതെങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഫ്ലോ വരുന്നത്. കേസിംഗ് വഴിക്ക് ഗൈഡ് വെയിൻസ് വഴിക്ക് റണ്ണർ വെയിൻസ് വഴിക്ക് ഇങ്ങനെ പോകും. ഇപ്പോൾ റണ്ണർ വെയിനിൽ റേഡിയൽ ആയിട്ടാണ് വരുന്നത്. ദെൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ വാട്ടർ ഇമ്പാക്റ്റിന് ശേഷം വാട്ടർ താഴത്തേക്ക് പോകും. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മുടെ വെലോസിറ്റി ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ഹൈ വാല്യൂ എത്തും, അല്ലേ? ഹൈ വാല്യൂ വെലോസിറ്റി ആകുമ്പോൾ തന്നെ നമുക്ക് പ്രഷർ വാല്യൂ വളരെ ലോ ആയിരിക്കും. വളരെ ലോ പ്രഷറിലായിരിക്കും നമ്മുടെ ഗൈഡ് വെയിൻസ് ഇമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വാട്ടറിന് ഈ ഔട്ട്ലെറ്റിൽ ഉണ്ടാവുക. ടർബൈൻ്റെ ഔട്ട്ലെറ്റിൽ വരുന്ന വാട്ടർ വളരെ ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ എന്താ പ്രശ്നം വരികയെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് പുറത്തേക്ക് ഈ വെള്ളത്തിന് വിടണം, ടെയിൽ റേസിലേക്ക് വിടണം. പക്ഷേ ടെയിൽ റേസിൽ ആക്ട് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും ടെയിൽ റേസിൽ ആക്ട് ചെയ്യുക. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനായിട്ടും കുറവായിരിക്കും നമ്മുടെ ടർബൈൻ്റെ ഔട്ട്ലെറ്റിലുള്ള പ്രഷർ. ഓക്കെ, ഈ റിയാക്ഷൻ പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കലും ഒരു ലോ പ്രഷറിന് ഹൈ പ്രഷറിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യില്ല. എപ്പോഴും ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആയിരിക്കും വാട്ടർ ഫ്ലോ നടക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ലോ പ്രഷറും ഇവിടെ കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷറും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കമ്പാരിറ്റീവ്ലി ഹൈ ആയാൽ മുകളിലോട്ടാണ് നമുക്ക് എന്താ പറയുക, വാട്ടർ പമ്പ് ചെയ്യുന്ന പോലെ, സക്ഷൻ ചെയ്യുന്ന പോലെ ഒരു പോസിറ്റീവ് സക്ഷനാണ് നടക്കുക. ഓക്കെ, അതായത് പമ്പ് ചെയ്യുന്ന പ്രോസസ്സിന് പോസിറ്റീവ് സക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ പമ്പ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പോസിറ്റീവ് സക്ഷൻ നടക്കുന്ന പോലെ മുകളിലോട്ടാണ് പോവുക. അതൊരിക്കലും നടക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ എക്സ്ട്രാ ഒരു കോമ്പണൻ്റ് അറ്റാച്ച് ചെയ്തൊക്കെയാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഓക്കെ, ഈ ഡ്രാഫ്റ്റ് ട്യൂബ് വെറും ഒരു വെർട്ടിക്കൽ ട്യൂബ് അല്ല, അതിൻ്റെ ഏരിയ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന പോലെയാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഗ്രാജുവലി ഏരിയ ഇൻക്രീസ് ചെയ്താൽ ഇവിടെ ലോ പ്രഷറാണ് വാല്യൂ, അല്ലേ? നമ്മൾ ഇവ നോസലിൻ്റെ കേസിലും ഈ കേസിങ്ങിൻ്റെ കേസിലും പറഞ്ഞു ഏരിയ ഗ്രാജുവലി ഡിക്രീസ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കൂടുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്രാഫ്റ്റ് ട്യൂബിൽ നടക്കുക. ഇവിടെ ഏരിയ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്താൽ വെലോസിറ്റി ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. വെലോസിറ്റി ഗ്രാജുവലി ഡിക്രീസ് ചെയ്താൽ ഇവിടുത്തെ ലോ പ്രഷർ വാല്യൂ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ടെയിൽ റേസിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂയിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ ആയാൽ നമുക്ക് ഫ്ലോ കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് സക്ഷൻ ഹെഡ് നമുക്ക് ഒഴിവാക്കി ഇവിടെ നെഗറ്റീവ് സക്ഷൻ ഹെഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്തിട്ട് നെഗറ്റീവ് സക്ഷൻ ഹെഡ് നമുക്ക് പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ടർബൈൻ ഔട്ട്ലെറ്റിൽ നിന്ന് വാട്ടറിനെ ടെയിൽ റേസിലേക്ക് എത്തിക്കാൻ പറ്റുക. ഓക്കെ, അതിനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് അറ്റാച്ച് ചെയ്തത്. ഡ്രാഫ്റ്റ് ട്യൂബ് ഒരിക്കലും നമ്മളൊരു സ്ട്രെയിറ്റ് വെർട്ടിക്കൽ പൈപ്പ് പോലെ വയ്ക്കില്ല. അങ്ങനെ വെച്ചാൽ നമുക്ക് നെഗറ്റീവ് സക്ഷൻ ഹെഡ് കിട്ടില്ല, പോസിറ്റീവ് സക്ഷൻ ഹെഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി നെഗറ്റീവ് സക്ഷൻ ഹെഡ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ആയിട്ടുള്ള ടൈപ്പ് ഡ്രാഫ്റ്റ് ട്യൂബ് തന്നെ വയ്ക്കുന്നത്. നൗ for the main pipe water flows into spiral casing. നേരത്തെ പറഞ്ഞ കാര്യമാണ്, വർക്കിങ്ങിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. From the spiral water flows through the guiding mechanism and enters the wheel. ഇനി വീണ്ടും ആ ഡയഗ്രം കാണിച്ചിരിക്കുന്നു. നമ്മൾ വർക്കിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളാണ്. After imparting the energy to the wheel, the water discharges through the draft tube. Draft tube is a metallic pipe or concrete tunnel having gradually increasing cross-sectional area. It connects the runner exit, അതായത് ടർബൈൻ്റെ എക്സിറ്റ്, ആൻഡ് ദ ടെയിൽ റേസ്. ടെയിൽ റേസും റണ്ണർ എക്സിറ്റും അല്ലെങ്കിൽ ടർബൈൻ എക്സിറ്റ് ആയിട്ട് കണക്ട് ചെയ്യും. ഡ്രാഫ്റ്റ് ട്യൂബ് പ്രൊവൈഡ്സ് എ നെഗറ്റീവ് സക്ഷൻ ഹെഡ് അറ്റ് ദ റണ്ണർ ഔട്ട്ലെറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു it will increase the net working head on the turbine and thus the output.
ഈ നെഗറ്റീവ് സക്ഷൻ ഹെഡ് വരുന്ന കാരണം നമുക്ക് ഓവറോൾ ഔട്ട്പുട്ട് ഓഫ് ദ ടർബൈൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ടർബൈൻ എഫിഷ്യൻസിയും കൂട്ടാൻ പറ്റും, ടർബൈൻ ഔട്ട്പുട്ടും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. Now this type of turbine is used where medium head of water, നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഫ്രാൻസിസ് ടർബൈൻ, അത് റിയാക്ഷൻ ടർബൈൻ ആണ്. ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മീഡിയം ഹെഡ് ഓഫ് വാട്ടർ വരുന്ന കണ്ടീഷൻ വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ടൈപ്പ് ടർബൈൻ, അതായത് റിയാക്ഷൻ ടർബൈനിലെ രണ്ടാമത്തെ ടൈപ്പ് കെപ്ലാൻ ടർബൈൻ. If the water flows parallel to the axis of the rotation of the shaft, turbine is known as axial flow turbine. ഫ്രാൻസിസ് ടർബൈൻ ഒരു റിയാക്ഷൻ ടർബൈൻ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ കപ്ലാൻ ടർബൈൻ, അടുത്ത റിയാക്ഷൻ ടർബൈൻ ആയ കപ്ലാൻ ടർബൈനിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഫ്ലോ നടക്കുന്ന ഡയറക്ഷനാണ് വ്യത്യാസം. ഇവിടെ വാട്ടർ ഫ്ലോസ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ഷാഫ്റ്റ്. അതുകൊണ്ട് തന്നെ ആക്സിസ്, ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ട് ഫ്ലോ നടക്കുന്നതുകൊണ്ട് ഇവിടെ ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്നാണ് നമ്മൾ കപ്ലാൻ ടർബൈൻ പറയുന്നത്. അതെങ്ങനെയാണ് ആക്സിയൽ ഫ്ലോ എന്നുള്ളത് ഞാൻ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. Kaplan turbine is an axial flow reaction turbine. It is named after V. Kaplan, an Austrian engineer. This turbine is suitable where large quantity of water at a low head is available. Okay, അതായത് ലാർജ് ക്വാണ്ടിറ്റി അറ്റ് ലോ ഹെഡ്. നമ്മൾ പെൽട്ടൺ വീൽ ഹൈ ഹെഡ്, ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് മീഡിയം ഹെഡ്. അങ്ങനെയാണെങ്കിൽ കപ്ലാൻ ടർബൈൻ നമ്മൾ ലോ ഹെഡിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഹെഡിന് എന്താ പറയുക, ഹെഡിനോട് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഹെഡ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും, ഹെഡ് കുറവുള്ള സ്ഥലങ്ങളിൽ ക്വാണ്ടിറ്റി കൂടുതലുള്ള കണ്ടീഷനാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ലാർജ് ക്വാണ്ടിറ്റി. അപ്പോൾ പെൽട്ടൺ വീലിൻ്റെ കേസിൽ ഹൈ ഹെഡാണ് വരിക, അതുകൊണ്ട് അവിടെ ലോ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് കണ്ടീഷൻ വരിക. ഫ്രാൻസിസ് ടർബൈനിൽ മീഡിയം ഹെഡാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് മീഡിയം ക്വാണ്ടിറ്റി ആയിരിക്കും അവിടെ വാട്ടർ കണ്ടീഷൻ ഉണ്ടാവുക. ഇനി ഇതാണ് ഒരു റിയൽ ലൈഫ് കപ്ലാൻ ടർബൈൻ്റെ ഡയഗ്രാം. കപ്ലാൻ ടർബൈനും കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും. ഇത് ഓപ്പൺ ചെയ്ത് വെച്ചൊക്കെയാണ്, അസംബിൾ ചെയ്യുന്നതിന് മുൻപുള്ള ഫോട്ടോ ആണ്. ഇതാണ് കപ്ലാൻ ടർബൈൻ്റെ റണ്ണർ വെയിൻസും കപ്ലാൻ ടർബൈൻ്റെ ഷാഫ്റ്റും. ഓക്കെ, വെർട്ടിക്കലി മാത്രമേ നമ്മൾ കപ്ലാൻ ടർബൈനിൽ ഷാഫ്റ്റ് വയ്ക്കുള്ളൂ. കപ്ലാൻ ടർബൈനിൽ ഷാഫ്റ്റ് എപ്പോഴും വെർട്ടിക്കലായിരിക്കും, അതുകൂടി ഓർത്ത് വയ്ക്കുക. നൗ മെയിൻ പാർട്സ് ഓഫ് എ കപ്ലാൻ ടർബൈൻ. ഇതാണ് കപ്ലാൻ ടർബൈൻ്റെ ഡയഗ്രാം. ഇത് നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ്റെ ഡയഗ്രാമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. കേസിങ് നമ്മുടെ സ്ക്രോൾ കേസിങ് തന്നെയാണ്, ഫ്രാൻസിസ് ടർബൈനിൽ കാണിച്ചിട്ടുള്ള അതേപോലെ ഉള്ള സ്ക്രോൾ കേസിംഗ് ആണ്. മാത്രമല്ല ഷാഫ്റ്റ് വെർട്ടിക്കലാണ്, നേരത്തെ പറഞ്ഞു. ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഷാഫ്റ്റിൻ്റെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ കൂടിയ ഒരു ബ്ലണ്ട് ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് പോലെയായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ആ രീതിയിലാവും നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിനെ പറയുന്ന പേര് ബോസ് എന്നായിരിക്കും. ബോസ് അല്ലെങ്കിൽ ഹബ്ബ് അല്ലെങ്കിൽ ബോസ് എന്നായിരിക്കും ഷാഫ്റ്റിന് താഴെയുള്ള ഭാഗം, ബോട്ടം പോർഷൻ നമ്മൾ പറയുന്നത്. ആ ഭാഗത്ത് ഡയമീറ്റർ കൂടുതലായിരിക്കും. ഇനി ഹബ്ബിൽ അല്ലെങ്കിൽ ബോസിലായിരിക്കും നമ്മൾ വെയിൻസ് അറ്റാച്ച് ചെയ്യുന്നത്. റണ്ണർ വെയിൻസ് കണ്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ഹബ്ബിൽ അല്ലെങ്കിൽ ബോസിലായിരിക്കും. ഓക്കെ, ഹബ്ബ് ഡയമീറ്ററിനാണ് നമ്മൾ DB എന്ന് പറയുന്നത്. DO എന്ന് പറയുന്നത് ടോട്ടൽ ഡയമീറ്ററാണ് വിത്ത് വെയിൻസ്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് ഈ ഡയഗ്രാം ഇത്രയും ഭാഗം വരയ്ക്കാം. പിന്നെ ഇവിടെ ഡ്രാഫ്റ്റ് ട്യൂബും കാണിച്ചിട്ടുണ്ട്. ഈ ഡ്രാഫ്റ്റ് ട്യൂബ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. നേരത്തെ കാണിച്ച് വെർട്ടിക്കലായിട്ട് വരുന്ന ഡ്രാഫ്റ്റ് ട്യൂബാണ്. ദെൻ വെർട്ടിക്കലി വന്ന് സൈഡിലേക്ക് പോകുന്ന രീതിയിലുള്ള ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ട്. ഇത് സ്പേസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡ്രാഫ്റ്റ് ട്യൂബാണ്. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ട്യൂബിന് പകരം നേരെ വെർട്ടിക്കലായിട്ട് വരുന്ന ഡ്രാഫ്റ്റ് ട്യൂബ് വരച്ചാലും നമ്മുടെ ഡയഗ്രാം ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ വരയ്ക്കാം. ഇത് ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ മുൻപ് ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിലുള്ള ഡ്രാഫ്റ്റ് ട്യൂബ് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ആ പാർട്സ് സ്ക്രോൾ കേസിങ്, ഗൈഡ് വെയിൻസ് മെക്കാനിസം ഇവിടെ ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഗൈഡ് വെയിൻസ്. സോ നമ്മുടെ കേസിംഗ് വഴി ഗൈഡ് വെയിൻസ് വഴിക്കായിരിക്കും നമ്മുടെ വാട്ടർ റണ്ണർ വെയിൻസിലേക്ക് വരുന്നത്. ദെൻ ഹബ്ബ് വിത്ത് വെയിൻസ് ഓർ ഓഫ് ദ റണ്ണർ ടർബൈൻ. ഓക്കെ, ഹബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ ഷാഫ്റ്റിന് താഴെ ഭാഗമാണ്, അവിടെ ഡയമീറ്റർ കൂടുതലായിരിക്കും, അതിലാണ് വെയിൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഡ്രാഫ്റ്റ് ട്യൂബും ഉണ്ടായിരിക്കും. ഇനി ഇവിടെ എന്താണ് ആക്സിയൽ ഫ്ലോ ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ എന്ന് പറയാനുള്ള കാരണം, അതാണ് പറയാൻ പോകുന്നത്. ഷാഫ്റ്റ് വെർട്ടിക്കലായിരിക്കും. ലോവർ എൻഡ് ഓഫ് ദ ഷാഫ്റ്റ് ഇസ് കോൾഡ് ഹബ്ബ് ഓർ ബോസ്. ദെൻ ഹബ്ബ് അല്ലെങ്കിൽ ബോസിനെ നമ്മളൊന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഇതിൽ ഈ ഡയഗ്രാമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വരയ്ക്കേണ്ടത്. ഈ ഡയഗ്രാം ഒന്നും വരയ്ക്കേണ്ട, അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഷാഫ്റ്റ് ഹബ്ബ് ഇങ്ങനെയാണ് വരിക. ഇതിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് വെയിൻസ് ആണ് ഉണ്ടാവുക. ഫ്രാൻസിസ് ടർബൈൻ്റെ പോലെയോ പെൽട്ടൺ വീലിൻ്റെ പോലെയോ കുറേ വെയിൻസ് ഉണ്ടാവില്ല.
ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് വെയിൻസ് ഉണ്ടാവുക. മാത്രമല്ല വെയിൻസ് അഡ്ജസ്റ്റബിൾ ആണ്. വെയിൻസിൻ്റെ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, veins are fixed on the hub and veins on the hub are adjustable. Now water from the penstock enters the scroll casing and then moves to the guide veins. ഇനി നോക്കാം, കേസിംഗ് വഴിക്ക് ഗൈഡ് വെയിൻസ് വഴിക്കാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് റേഡിയലി നമ്മുടെ റണ്ണർ വെയിനിലേക്ക് കടക്കുന്നതിന് പകരം, അതായത് ഫ്രാൻസിസ് ടർബൈൻ ആണെങ്കിൽ റേഡിയലി കടക്കുകയാണ് ചെയ്യുക, റേഡിയലി വന്ന് ഇമ്പാക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ റേഡിയലി വരുന്നതിന് പകരം കണ്ടോ, ഇവിടെ 90 ഡിഗ്രി ടേൺ ചെയ്തിട്ടാണ് നമ്മുടെ റണ്ണർ വെയിനിലേക്ക് കടക്കുന്നത്. സോ നോക്കി, ഇവിടെ കേസിംഗ് വഴി ഗൈഡ് വെയിൻസ് വഴിക്ക് വന്നു, ദെൻ ഒരു 90 ഡിഗ്രി തിരിഞ്ഞിട്ടാണ് നമ്മുടെ റണ്ണർ വെയിൻസിന് ടച്ച് ചെയ്യുന്നത്, റണ്ണർ വെയിൻസ് വന്ന് ഇമ്പാക്ട് ചെയ്യുന്നത്. ദെൻ റണ്ണർ വെയിൻസിൽ ഇമ്പാക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നോക്കുക, നമ്മുടെ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ടാണ്. അതുകൊണ്ട് ആക്സിയൽ ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് നമ്മൾ കപ്ലാൻ ടർബൈനെ പറയുന്നത്. ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ എന്ന് നമ്മൾ കപ്ലാൻ ടർബൈനെ വിളിക്കുന്നു. അണ്ടർസ്റ്റാൻഡ്? ദെൻ ഇവിടെ വെയിൻസിൽ ഇമ്പാക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യും, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, ഷാഫ്റ്റ് ഇലക്ട്രിക് ജനറേറ്ററിൽ കപ്പിൾ ചെയ്യും, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ദെൻ വാട്ടർ ഡ്രാഫ്റ്റ് ട്യൂബ് വഴിക്ക് തിരിച്ച് നമ്മൾ ടെയിൽ റേസിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, സെയിം നമ്മൾ ഫ്രാൻസിസ് ടർബൈനിൽ പറഞ്ഞ അതേപോലെ കണ്ടീഷൻ. സോ ഇത്രയാണ് നമുക്ക് ടർബൈൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, 3 ടർബൈനാണ് ഡിസ്കസ് ചെയ്തത്: പെൽട്ടൺ വീല്, ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പമ്പുകളെ കുറിച്ചാണ്. പമ്പ്സ് നമുക്ക് നോക്കാം, പമ്പിൻ്റെ ഡെഫിനേഷൻ എന്താണ്. പമ്പ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ പ്രഷർ എനർജി ഓഫ് ദ ലിക്വിഡ്. നമ്മൾ ടർബൈനിന് യൂസ് ചെയ്തപ്പോൾ, ടർബൈനിൽ നമ്മൾ വർക്കിംഗ് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ വെലോസിറ്റിയാണ് കൂട്ടുന്നത്. വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും. അപ്പോൾ ടർബൈൻ്റെ കേസിൽ പ്രഷർ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പമ്പിൽ ചെയ്യുന്നത്. ഓക്കെ, പമ്പിൽ നമ്മൾ വാട്ടറിൻ്റെ പ്രഷർ എനർജി കൂട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ പ്രഷർ ഓഫ് ദ ലിക്വിഡ് വിൽ ഇൻക്രീസ് ആഫ്റ്റർ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ പമ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് പർപ്പസ് എന്ന് നോക്കാം. ടർബൈൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ ജനറേഷൻ ആയിരുന്നു. അപ്പോൾ വീല്, അതായത് നമ്മൾ ഷാഫ്റ്റ്, ടർബൈൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പമ്പിൽ നേരെ തിരിച്ചായിരിക്കും, ഓപ്പോസിറ്റ്. പമ്പ് നമ്മൾ ഒരിക്കലും ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയില്ല യൂസ് ചെയ്യുന്നത്. പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടറിനെ ഒരു ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് എത്തിക്കുക. ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കുക. നമ്മൾ വീട്ടിൽ പമ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? വീട്ടിൽ പമ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ കിണറ്റിലുള്ള വെള്ളം നമ്മുടെ വാട്ടർ ടാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പമ്പിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്ന് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ആലോചിച്ച് തന്നെ മനസ്സിലാവും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്ടർ ടാങ്കിൽ നിന്നാണ് നമ്മൾ സപ്ലൈ വരുന്നത്. ആ വാട്ടർ ടാങ്കിൽ എങ്ങനെയാണ് വാട്ടർ എത്തുന്നത്? പമ്പിൻ്റെ ആപ്ലിക്കേഷൻ വഴിക്കാണ് എത്തുന്നത്. ഓക്കെ, so in most of the applications, pump is used for lifting liquid from lower to higher level. This is achieved by creating low pressure at the inlet of the pump and high pressure at the outlet of the pump. ഇത് ഞാൻ വർക്കിങ്ങിൻ്റെ സമയത്ത് വിശദീകരിച്ച് പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ലോ പ്രഷർ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഹൈ പ്രഷർ അറ്റ് ഔട്ട്ലെറ്റ് എന്ന്. നൗ ക്ലാസിഫിക്കേഷൻ. അതിന് മുൻപായിട്ട് ഈ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ടർബൈൻ്റെ ഓപ്പോസിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ടർബൈനിൽ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അവസാനമാണ് അല്ലേ? ഇതിൽ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് തുടക്കത്തിലാണ്, സ്റ്റാർട്ടിങ്ങിലാണ്. സോ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇലക്ട്രിക് മോട്ടോർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഷാഫ്റ്റ് ഇലക്ട്രിസിറ്റി വെച്ച് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പമ്പിൻ്റെ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ പ്രൈം മൂവർ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇലക്ട്രിക് ജനറേറ്ററാണ്. അതിൻ്റെ ഷാഫ്റ്റാണ് പ്രൈം മൂവറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ പമ്പ് നോക്കാം. Based on the working principle, pumps are classified as rotodynamic and positive displacement. അതിൽ റോട്ടോഡൈനാമിക് പമ്പിൻ്റെ എക്സാമ്പിളാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പമ്പാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. പ്രൊപ്പല്ലർ പമ്പും റോട്ടോഡൈനാമിക് ആണ്. നൗ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൻ്റെ എക്സാമ്പിളാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഗിയർ പമ്പ്, സ്ക്രൂ പമ്പ്, വെയിൻ പമ്പ്. ഓക്കെ, ഇത്രയും പമ്പുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ ആസ് പെർ സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെൻട്രിഫ്യൂഗൽ പമ്പ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. സോ താങ്ക് യു.